ഹായ്, എൻ്റെ പേര് ജിതേഷ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിൻ്റെ തോരിമല എസ്റ്റേറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു 77 ഏക്കർ അവക്കാഡോ പ്ലാന്റേഷൻ കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ വർക്കെല്ലാം ഫിനിഷായി ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് നമ്മളുള്ളത്. ഇതിന് മുന്നേ ഒരു 2 വർഷം മുൻപ് ഞങ്ങൾ ഇതേ കസ്റ്റമർക്ക് ഇതേ എസ്റ്റേറ്റിൽ സാമ്പിൾ പ്ലോട്ടുകൾ ഒരു 4 ഡിഫറെൻറ്റ് ക്രോപ്സിൻ്റെ സാമ്പിൾ പ്ലോട്ടുകൾ നമ്മൾ ചെയ്തിരുന്നു. അത് ചെയ്ത് കസ്റ്റമർക്ക് നല്ല റിസൾട്ട് കിട്ടിയതിലും അവർ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് അവക്കാഡോയിലും ആയത് കാരണവും അമ്പലവയൽ എല്ലാവർക്കും അറിയാം, അവക്കാഡോ സിറ്റി ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവക്കാഡോ ഗ്രോയേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റാണ് നമുക്കിവിടെ അമ്പലവയലിലുള്ളത്. ഇവരിവിടെ ഒരു 77 ഏക്കർ അവക്കാഡോ പ്ലാന്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനായിട്ടാണ് നമ്മളെ സമീപിച്ചത്. ഞങ്ങൾ വരും, സർവേ ചെയ്യും, അതിന് പ്രോപ്പറായിട്ട് ഡിസൈനും എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു. ഒരു 2 months മുമ്പ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിന്നിൽ കാണുന്നത് നമ്മുടെ ഫിൽട്ടർ സ്റ്റേഷനാണ്. അതായത് നമ്മുടെ വാട്ടർ സോഴ്സ് ഇതിനേക്കാൾ ഒരു 100 മീറ്റർ വെർട്ടിക്കൽ എലിവേഷൻ ഡിഫറൻസ് ഉള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ 2 ഘട്ടമായിട്ടാണ് പമ്പ് ചെയ്ത് വെള്ളത്തിനെ ഇവിടേക്ക് എത്തിക്കുന്നത്. ആദ്യം നമ്മളൊരു ഫീഡിംഗ് പോണ്ടിലേക്ക് ഡാമിൽ നിന്ന് ഫീഡ് ചെയ്യും. പിന്നെ വീണ്ടും എഗെയിൻ ഒരു മോട്ടർ ഇട്ടിട്ടാണ് നമ്മൾ പമ്പ് ചെയ്ത് ഈ ടോപ്പിലേക്ക് കയറ്റുന്നതും. കണ്ടിന്യൂസ് പമ്പിങ്ങിലൂടെയാണ് കംപ്ലീറ്റ് നമ്മുടെ പ്ലോട്ടുകൾ നമ്മൾ നനയ്ക്കുന്നതും. നമ്മുടെ മെയിൻ ലൈൻ പോണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് 180 mm HDB പൈപ്പാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഒരുപാട് ദൂരം ട്രാവലിംഗ് ഉള്ളപ്പോൾ നമുക്ക് ചെറിയ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ലോസ് കാരണം ഫ്ലോ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 180 mm HDB പൈപ്പ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇന്ന് 4 ഇഞ്ച് ആയത് കാരണം 4 ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത് പ്രൈമറി ഫിൽറ്ററായിട്ട് നമ്മൾ ഗ്രാവൽ ഫിൽറ്റേഴ്സ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പെർ അവർ 50 m³ ഫിൽറ്റർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് 1 hour 1 lakh ലിറ്റർ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്രൈമറി ഫിൽറ്റർ ഗ്രാവലിലൂടെ ഫിൽറ്ററായി വരുന്ന വെള്ളം പിന്നെ നമ്മുടെ സെക്കൻഡറി ഫിൽറ്റേഴ്സിലേക്കാണ് വരിക. സെക്കൻഡറി ഫിൽറ്റേഴ്സായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡിസ്ക് ഫിൽറ്റേഴ്സാണ്. 4 എണ്ണം 25 m³ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ഔട്ടപ്പോൾ ഏകദേശം കറക്റ്റ് 1 lakh ലിറ്റർ തന്നെ നമുക്ക് ഇതിലും കിട്ടുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഈ ഫിൽറ്റേഴ്സ് എല്ലാം ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫിൽറ്റർ മാനുവലി ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ ഫീൽഡ് ആകുമ്പോൾ വളരെ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെല്ലാം ബാക്ക് വാഷ് വാൾവുകൾ കൊടുത്തിട്ടുണ്ട്. 3-way വാൾവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാവൽ ഫിൽറ്ററിൻ്റെ ബാക്കിൽ ഗ്രാവൽ ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷ് വാൾവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതേപോലെ പ്രഷർ വേരിയേഷൻ അനുസരിച്ചും ഈ വാൾവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വാഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മാനുവൽ എഫേർട്ട് ഇട്ടിട്ട് ഇത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഫിൽറ്റർ ചോക്കാവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമുക്ക് വരില്ല. പിന്നെ ഈ ബാക്ക് വാഷിന് വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ കൺട്രോളർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫിൽറ്റേഴ്സ് എല്ലാം ബാക്ക് വാഷ് ചെയ്യുന്നത്. ഈ കൺട്രോളറിന് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ കറൻ്റ്ലി പവർ സോഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോളാർ ഇൻവെർട്ടർ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോളാർ പാനൽ കൊടുത്തു, സോളാർ ഇൻവെർട്ടർ കൊടുത്തു, എന്നിട്ട് ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ കൺട്രോളർ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. കറൻ്റ്ലി ഇതൊരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫിൽറ്റേഴ്സ് എല്ലാം ബാക്ക് വാഷ് ഓട്ടോമേഷനിൽ നടക്കുമെങ്കിലും ഫീൽഡ് വാൾവോ കാര്യങ്ങളോ ഒക്കെ നമ്മളിപ്പോൾ മാനുവലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നെക്സ്റ്റ് ഇയർ നമ്മളതെല്ലാം ഫുള്ളി ഓട്ടോമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഫ്ലോ മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രഷർ സസ്റ്റൈനിങ് വാൾവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഫിൽറ്റേഴ്സിന് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ ബാക്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രഷർ സസ്റ്റൈനിങ് വാൾവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലോ മീറ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലേക്ക് എത്രയാണ് ഫ്ലോ നമുക്ക് ആക്ച്വൽ റിക്വയർമെൻ്റ് ഉള്ളത്, കറക്റ്റ് ആ ഫ്ലോ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്ലോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഫേസിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് അഡീഷണൽ ഏരിയ കൂടെ വരുന്നുണ്ട്. ആ അഡീഷണൽ ഏരിയയുടെ വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് കൺട്രോളർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ സ്പേസ് ഒഴിച്ചിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ടാങ്ക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്കിവിടെ ഫെർട്ടിലൈസർ ടാങ്ക്സ്, കൺട്രോൾ യൂണിറ്റ് എല്ലാം വരും എന്നുള്ളൊരു കൺസെപ്റ്റിക്ക് നമ്മൾ നെക്സ്റ്റ് ഇയറിന് ഇതിന് ചേഞ്ച് ചെയ്തെടുക്കും. ഇപ്പോൾ തൽക്കാലം ഇത് സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഓടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലൈനും റൈറ്റ് സൈഡിലേക്ക് ഒരു ലൈനും. മെയിൻ ലൈൻ ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് 3 ദിശയിലേക്ക് പോവും. എന്നിട്ട് ആ മെയിൻ ലൈനുകളിൽ നിന്നാണ് നമ്മുടെ സബ് മെയിൻസ് എല്ലാം താഴേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ സബ് മെയിൻസിന് വേണ്ടിയിട്ട് വാൾവുകൾ കാര്യങ്ങളെല്ലാം ഓരോരോ കറക്റ്റ് നമ്മുടെ ആസ് പെർ ഡിസൈൻ നമ്മൾ ഓരോരോ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെരിഞ്ഞ സ്ഥലം കഴിഞ്ഞ് ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞാൽ
കുറേ സ്ഥലം അവിടെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സെപ്പറേറ്റ് മെയിൻ ലൈൻ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഫീൽഡ് വാൾവ്സ് എല്ലാം ഡിവൈഡ് ചെയ്ത് പല സെക്ഷൻസ് ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്കൊരു 4 സെക്ഷനായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 hours ഇത് കംപ്ലീറ്റ് നമുക്ക് ഇറിഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ ലൈനിലൂടെ വെള്ളം വന്നിട്ട് നമ്മളിവിടെ വെച്ചിട്ടാണ് സബ് മെയിൻസിലേക്ക് അതിൻ്റെ സപ്ലൈ ഡൈവേർട്ട് ചെയ്യുന്നത്. വാൾവുകളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓട്ടോമേഷൻ വാൾവുകൾ തന്നെയാണിത്. പക്ഷേ ഇത് നമുക്ക് മാനുവലി ഈ ഒരു കാണുന്ന റെഡ് നോബ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്കിതിനെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിള് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഓട്ടോമേഷനിലേക്ക് കേബിൾ ത്രൂ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാൾവ്സിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇത് ഓട്ടോമേഷനിൽ കൺവേർട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ വാൾവുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാൾവുകൾ ഇൻബിൽട്ടായിട്ട് പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഒരു അഡീഷണൽ PRV നമുക്കിവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ വാൾവിന് ശേഷം നമ്മളിവിടെ ഡ്യുവൽ ആക്ടിങ് എയർ വാൾവ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീപ്പായിട്ടുള്ള ഏരിയസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വാക്വത്തിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ എയറിൻ്റെ ഇഷ്യൂവും രണ്ടും വരാറുണ്ട്. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യുവൽ ആക്ടിങ് ആയിട്ടുള്ള എയർ വാൾവ്സ് തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാൾവ് ഓപ്പൺ ആക്കുന്നതിനനുസരിച്ച് നമ്മുടെ സബ് മെയിനിലേക്ക് വെള്ളം കയറുകയും സബ് മെയിനിലൂടെ വെള്ളം ട്രാവൽ ചെയ്ത് ഓരോ ലാറ്ററൽ ലൈൻസ് ആയിട്ട് ഫില്ലാവുകയും നമ്മുടെ പ്ലാന്റ്സിന് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടുകയും ചെയ്യും. നമ്മളിവിടെ ഡബിൾ ഇൻലൈൻ മെത്തേഡാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ 2 സൈഡിലൂടെയും ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെയും 2 ലൈൻസ് നമുക്ക് ഇടും. എന്നിട്ട് ഇതെല്ലാം തന്നെ ഇൻലൈനാണ്. നമുക്ക് 50 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ ഡ്രിപ്പേഴ്സ് ഇൻബിൽറ്റായിട്ട് വരുന്ന ഡ്രിപ്നെറ്റ് PC എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്പേസിങ് 2 എണ്ണവും. കാരണം പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കറക്റ്റ് റൂട്ട് സോണിൽ നമുക്ക് വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1 year കഴിയുമ്പോൾ നമ്മളിതിൻ്റെ സ്പേസ് ഒന്നുകൂടെ കൂട്ടിക്കൊടുക്കും. അത് കഴിഞ്ഞ് 3rd ഇയറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ സ്പേസ് കൂട്ടിക്കൊടുക്കും. അത് കഴിഞ്ഞൊരു 4th ഇയറിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ റൂട്ട് അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പൈപ്പ് തന്നെ നമുക്ക് ചെറിയൊരു ചാലെടുത്തിട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് മൂടാനും കൂടെ പറ്റുന്നതാണ്. അതായത് നമുക്ക് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയും. സബ് സർഫസ് ഇറിഗേഷന് കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പൈപ്പ്സും സബ് സർഫസിന് സ്യൂട്ടബിൾ അല്ല. ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ സബ് സർഫസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റി സൈഫൺ മെക്കാനിസം ഉണ്ട്. ഡേർട്ട് നമുക്കിതിൽ ഉള്ളിലേക്ക് സക്കാവില്ല. നമുക്ക് മോട്ടർ പമ്പ് ചെയ്തിട്ട് നമുക്കിതിൽ മിനിമം പ്രഷർ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ ഡ്രിപ്പേഴ്സ് ഓപ്പൺ ആവുക. ആ ഒരു പ്രഷർ പോയ ഉടനെ തന്നെ ഇതിൽ ഡ്രിപ്പേഴ്സ് ഒരു ഫ്ലാപ്പ് ടൈപ്പ് ഡ്രിപ്പറാണ് വരുന്നത്. അത് അടയുകയും അതിൻ്റെ ഉള്ളിലേക്ക് ഡേർട്ട് സക്ക് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് ആൻറ്റി ക്ലോഗിങ് ആണ്. സെൽഫ് ഫ്ലഷിങ് കപ്പാസിറ്റി ഉള്ള ഡ്രിപ്പേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിത് മണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബ്ലോക്ക് ആവുന്നൊരു ഇഷ്യൂ വരുന്നില്ല. അതുപോലെ തന്നെ റൂട്ട് നമ്മുടെ ഡ്രിപ്പേഴ്സിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റൂട്ട് പെനട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ റൂട്ട് ബാരിയേഴ്സ് എല്ലാം ഇൻബിൽറ്റായിട്ട് വരുന്നൊരു ഡ്രിപ്പേഴ്സാണ് ഈ ഡ്രിപ്പിൻ്റെ PC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഒരു 4th ഇയറൊക്കെ ആകുമ്പോഴേക്കും ഫുള്ളി സബ് സർഫസ് ഇറിഗേഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4th ഇയർ മുതൽ നമുക്ക് പിന്നെ ഒരിക്കലും ഇവിടെ ഒരു വീഡിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൻ്റെ ചോടിളക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ പൈപ്പൊന്നും ഡിസ്റ്റർബ് ആവുന്നില്ല. അതുമാത്രമല്ല നമുക്ക് റെയിനി സീസൺ വരുമ്പോൾ ഈ പൈപ്പ് റോൾ ബാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യേണ്ടി വരുന്നതല്ല. അപ്പോൾ നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് കിടക്കുന്നത് അതേപോലെ തന്നെ കിടക്കും. നമ്മളൊരു ഡ്രിപ്പ് ചെയ്തതായിട്ട് ആരും അറിയ പോലുമില്ല. ആ ഒരു രീതിയിൽ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രിപ്പേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PC ഡ്രിപ്പേഴ്സാണ്. അതായത് പ്രഷർ കോമ്പൻസേറ്റിംഗ് ആണ്. ഒരു 35 മീറ്റർ എലിവേഷനൊക്കെ വരെ ഉണ്ടെങ്കിലും നമ്മുടെ ഡ്രിപ്പേഴ്സ് വളരെ യൂണിഫോം ആയിട്ടുള്ള ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നോൺ PC ആയിട്ടുള്ള ഡ്രിപ്പ് ലൈൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും താഴത്തെ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രഷർ കൂടിയിട്ട് അവിടെ ഫ്ലോ നമുക്ക് എക്സസ് ആയിട്ട് വരും. അവിടെ എക്സസ് ഫ്ലോ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈനിൽ വെള്ളം ലോഡാവാതെ വരികയും ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാന്റ്സിന് വേണ്ട വെള്ളം കിട്ടാതെയും വരും. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹില്ലി ടെറൈൻസിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും PC ഡ്രിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിവിടെ വേറൊരു ടെക്നോളജി കൂടെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമലി എല്ലാവരും സബ് ലൈൻസിൽ നിന്ന് നമ്മുടെ ലൈൻസ് കണക്ട് ചെയ്തിട്ട് മറ്റേ എൻഡിൽ എപ്പോഴും നമ്മൾ എൻഡ് ഗ്യാപ്പാണ് ഇടാറുള്ളത്. പക്ഷേ നമ്മളിവിടെ ഇത് ഒരു സബ് സർഫസ് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്തത് കാരണം തന്നെ ഫ്യൂച്ചറിൽ അത് സബ് സർഫസ് ആകുമല്ലോ. അപ്പോൾ നമുക്ക് എൻഡ് ക്യാപ്സ് ഓപ്പൺ ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് പോലെ നമ്മൾ അതർ സൈഡിൽ നമ്മൾ വീണ്ടും ഒരു ലൈനും കൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ട് അതിനെ ഒരു സബ് മെയിനും കൂടെ ഇറക്കും. അത് ആക്ച്വലി മെയിൻ ലൈനിൽ കണക്റ്റഡ് ആയിരിക്കില്ല, നമ്മുടെ ഈ ലാറ്ററൽസിൽ മാത്രമായിരിക്കും അത് കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. നമ്മളതിനെ കളക്റ്റിംഗ് സബ് മെയിൻ എന്നാണ് പറയുക. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് പാർട്ടികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഫിൽറ്ററൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ഇതിൽ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഇരുന്ന് നമ്മുടെ ഈ വെള്ളത്തിലൂടെ വന്ന് ഡ്രിപ്പ് ലൈൻസിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് നമ്മുടെ ഡ്രിപ്പേഴ്സും ലൈൻസൊക്കെ ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ ഇതൊരു ലൂപ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതർ സൈഡിലും നമുക്ക് രണ്ട് സൈഡിലും നമ്മുടെ ഈ ഡ്രിപ്പേഴ്സ് ഒരു പൈപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡേർട്ട് ഇതിലേക്ക് കയറി വന്നാൽ തന്നെ അത് കണ്ടിന്യൂസ് ഫ്ലോയിലൂടെ പാസ് ചെയ്ത് ഇതെപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സബ്മെയിൻസിലും നമ്മുടെ കളക്റ്റിംഗ് സബ്മെയിൻസിലും എല്ലാം ഫ്ലഷ് വാൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ലൈനിലുള്ള എല്ലാ വേസ്റ്റ് കാര്യങ്ങൾ ചളിയൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു മെയിൻ്റനൻസിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റവും അതേപോലെ തന്നെ ഒരിക്കലും ഒരു ബ്ലോക്കേജോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അത്രയും ഒരു പ്രോപ്പർ സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലൈൻസ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ സ്ഥലത്തും ക്ലാമ്പിംഗ് എല്ലാം ചെയ്ത് പൈപ്പിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൂസാക്കി വെച്ചതാണ്. പക്ഷേ ബാക്കി എല്ലാ ലൈൻസും നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്ഥലത്തും ക്ലാമ്പ് ചെയ്ത് പ്രോപ്പറായി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് സോണിൽ നിന്ന് അത് തെന്നി മാറിപ്പോവില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിസ്റ്റംസ് എല്ലാം ഉള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാവുന്നതാണ്.